ഈ കേരളം കടക്കണിയിലാണ് എന്ന് പറയുന്നത് തന്നെ ശരിയല്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുക. ഇത് വ്യാപകമായി തെറ്റായ ഒരു ധാരണ കേരളം കടക്കണിയിലാണ്. എല്ലാ സംസ്ഥാനങ്ങളുടെയും കടം പരിശോധിച്ചാലല്ലേ കടം എന്താണെന്ന് മനസ്സിലാവുള്ളൂ. സ്വാതന്ത്ര്യത്തിന് ശേഷം 2019 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയിലെ കടം 50 ലക്ഷം കോടിയായിരുന്നു. ഇപ്പോൾ ആ കടം 150 ലക്ഷം കോടി രൂപയാണ്. അപ്പൊ കടം വർദ്ധിക്കുന്നത് എല്ലായിടത്തും വർദ്ധിക്കുന്നുണ്ട്. കേരളത്തിലെ കടം വർദ്ധിക്കുന്നത് എന്താ കാരണം? കിഫ്ബിയുടെ ഫണ്ട് കടത്തിൽ കൂട്ടിയാൽ കടമാകും. പെൻഷൻ കൊടുക്കാനുള്ള ഫണ്ട് ആ നിധി കടത്തിൽ കൂട്ടിയാൽ കടമാകും. പക്ഷെ അത് ജനങ്ങളുടെ ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്റെ വികസനത്തിന് വേണ്ടി. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും കടമില്ലാത്തവരുണ്ടോ? ഞാൻ കടക്കാരിയ. നമ്മുടെ വരുമാനം തിരിച്ചടക്കാൻ പറ്റുന്ന വരുമാനം ഉണ്ട് എന്ന് കണക്കാക്കിയിട്ടാണ് കടമെടുക്കുക. ഇതൊക്കെയാണെങ്കിൽ നമ്മൾ നമ്പർ 1 ആരോഗ്യത്തിൽ, വിദ്യാഭ്യാസത്തിൽ, വ്യവസായ സംരംഭത്തിൽ, മികച്ച വ്യവസായത്തിൽ സമാധാനപൂർണമായി ജീവിക്കാൻ പറ്റുന്ന ഒരു സാമൂഹ്യ സാമ്പത്തിക സാഹചര്യമുള്ളത് ഈ സ്റ്റേറ്റിലാണ്. അതുകൊണ്ട് കടമെടുക്കുന്നത് നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണ്. ഈ സംസ്ഥാനം വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെയാണ് പറയാനുള്ളത്.